അനിശ്ചിതത്വങ്ങൾക്കും കയറ്റിറക്കങ്ങൾക്കും ഒടുവിൽ നഷ്ടത്തിൽ അവസാനിച്ച മറ്റൊരു ആഴ്ചയാണ് കടന്നുപോയത്. വിപണി ഈ ആഴ്ച കാത്തുവെക്കുന്നത് എന്താണ്? അതിലേക്കാണ് ഇനി. ആഗോളതലത്തിൽ നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപിന്റെ സ്ഥാനാരോഹണം തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ ആദ്യ ചുവടുവെപ്പ് എന്തൊക്കെയാവും? തീരുവയടക്കം ട്രംപ് മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങൾ അതേപടി നടപ്പാക്കിയാൽ വികസിത വിപണികളെ അടക്കം ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം ഏത് തരത്തിൽ വിപണിയെ സ്വാധീനിക്കും എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇതിനു പുറമെ ആഭ്യന്തര ഘടകങ്ങളും നിർണായകമാണ്. ഫെബ്രുവരി 1-നുള്ള കേന്ദ്ര ബഡ്ജറ്റിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. അതിനാൽ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ സാധ്യതയിൽ വിപണിയിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടായേക്കാം. ബഡ്ജറ്റിൽ നികുതി കുറച്ചാൽ സാധാരണ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് കൂടുതൽ വരുമാനം എത്തും. വിപണിക്ക് ഡിമാൻഡ് കൂടും. ഒപ്പം വ്യവസായ വളർച്ചയ്ക്കും വഴിയൊരുങ്ങും. ചരിത്രപരമായി ജനുവരി മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വോൾട്ടാലിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ അത് തുടരാൻ തന്നെയാണ് സാധ്യതയും. അതേസമയം 5 പുതിയ IPOകൾ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുന്ന Q3 റിസൾട്ടുകളും വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാകും. HDFC ബാങ്ക്, ICICI ബാങ്ക്, BPCL, അൾട്രാടെക് സിമന്റ്, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനികളാണ് ഈ ആഴ്ച ഫലം പ്രഖ്യാപിക്കാനിരിക്കുന്നത്. മികച്ച ഫലങ്ങൾ വിപണിയിൽ പുതിയൊരു ഉണർവും ഉണ്ടാക്കും. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയാൽ അത് കൂടുതൽ വോൾട്ടാലിറ്റിക്കും കാരണമായേക്കാം. ഹ്രസ്വകാല കാഴ്ചപ്പാടോടെ വിലയിരുത്തുമ്പോൾ ഈ ആഴ്ച ചെറിയൊരു റീബൗണ്ടിങ്ങിന് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നിഫ്റ്റിയിൽ 23,300 മുതൽ 23,400 വരെയായിരിക്കും ആദ്യ റെസിസ്റ്റന്റായി മുന്നിലുള്ളത്. ഏറ്റവും അടുത്ത സപ്പോർട്ടായി 23,050 ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി വലിയ നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും നഷ്ടം തുടർന്നേക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 47,900 ആയിരിക്കും ഏറ്റവും അടുത്ത സപ്പോർട്ട്. എന്തായാലും ട്രംപിന്റെ വരവും ബഡ്ജറ്റും ഒക്കെ വിപണിയെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയാം.